മര്യാദക്കിരിക്കുന്ന സായിയുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് ഓരോ എക്സ്പ്ലനേഷൻ നടത്തി ക്യാമറ സ്പേസിന് വേണ്ടി പോകുന്നു. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നോട് ഓരോരുത്തർക്ക് ഗ്രഡിച്ച് തോന്നാൻ കാരണം ഞാൻ ആ ടാസ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ഈ ടാസ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ എന്റെ കാര്യമാണേ പറയുന്നത്, ഗബ്രിയുടെ കാര്യം എനിക്കറിയില്ല. അടുത്ത് ഞാൻ അങ്ങനെ ചെയ്തു, പക്ഷെ ഇങ്ങനെ ചെയ്തു, പക്ഷെ മറിച്ചത് ചെയ്തു, അൻസിബ എന്നോട് പിണങ്ങാൻ കാരണം ഞാൻ ടാസ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, കരഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഗബ്രിയുടെ കാര്യമല്ലേ പറയുന്നത്, എന്റെ കാര്യമാണേ. അതുപോലെ ശ്രീരേഖ എന്നോട് പിണങ്ങാൻ കാരണം ഞാൻ ശ്രീരേഖയെ സ്ത്രീ എന്ന് വിളിച്ചത് കൊണ്ടാണ്, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, ഗബ്രിയുടെ കാര്യമല്ലേ. ഗബ്രിയുടെ കാര്യം അറിയണമെങ്കിൽ ഗബ്രിയുടെ അടുത്ത് ചോദിക്കണം കേട്ടോ. അപ്പോ ജാസ്മിനോട് സായി ചോദിച്ചു, ജാസ്മിന് ഒരു പേടിയുണ്ടോ, ഗബ്രി കാരണമാണ് ഇവിടെയുള്ള എല്ലാവരും ജാസ്മിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നൊരു പേടിയുണ്ടോ? അപ്പൊ ജാസ്മിൻ പറയും, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ സായി പറഞ്ഞത്. ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോയി നിന്നാ പിന്നെ വളവളവളാന്ന് പറഞ്ഞിട്ട് വയലൻസ് ആണ്, പിന്നെ ചുമ്മാ ഒച്ചയിട്ട് ബേളുണ്ടാക്കി ആ ഊ ഡയലോഗ് ആണ് കേട്ടോ. പിന്നെ അതിനകത്ത് ആ ഊ ഈ എന്നൊക്കെ പറയുന്നുള്ള അല്ലാതെ പോയിന്റ്സ് ഒന്നും കാണത്തില്ല. അപ്പൊ സായി അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ജാസ്മിൻ ഇവിടെ ശ്രമിക്കുന്നത്, ജാസ്മിൻ ആരോടൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എല്ലാവർക്കും ജാസ്മിനോട് ഇത്ര ദേഷ്യം? അപ്പൊ ഇങ്ങനെ ജാസ്മിൻ പറയുന്ന കൂട്ടത്തിൽ ഗബ്രിയുടെ കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സായി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറഞ്ഞ എന്താണ്, എനിക്ക് ഗബ്രിയെ കുറ്റം പറയുന്ന കേൾക്കാൻ ഇഷ്ടമല്ല, അപ്പൊ ഗബ്രിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഹേർട്ടാവും, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം, സ്നേഹമോ പ്രേമമോ എന്താണോ നിങ്ങൾ വിചാരിച്ചോ, അതൊന്നും എനിക്ക് വിഷയമല്ല എന്ന് പറയുന്നു. അപ്പൊ സായി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗബ്രി കാരണമായിരിക്കും അപ്പൊ ജാസ്മിന് കൂടെ പ്രശ്നം വരുന്നത്, നിങ്ങളിവിടെ ഒന്നിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെയാണോ? അപ്പൊ ഗബ്രിയാണ് എല്ലാ കുഴപ്പമുണ്ടാക്കുന്നതാണെന്നാണോ ജാസ്മിൻ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് സായി എന്തിനാണ് സായി ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ കിടന്ന് ഉരുണ്ട് പറയുന്നുണ്ട്. ശരിക്കും ജാസ്മിൻ ഇവിടെ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ജാസ്മിൻ ഇവിടെ ആരോടൊന്നും ചെയ്തിട്ടില്ല, ജാസ്മിൻ ഭയങ്കര നീറ്റാണ്. അപ്പൊ ജാസ്മിൻ എന്നിട്ടും എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്താണ്, 12 പേര് ചേർന്ന് ഒറ്റപ്പെടുത്താണ്. പക്ഷെ ഗബ്രിയുടെ കാര്യം ഞാൻ പറയുന്നില്ല ഇടയ്ക്ക് പറയുന്നതിലൂടെ പറയാതെ ജാസ്മിൻ പറയുന്നൊരു കാര്യം, ആർക്കെങ്കിലും ജാസ്മിനോട് കലിപ്പുണ്ടെങ്കിൽ അത് ഗബ്രിയോടുള്ള കലിപ്പാണ് ജാസ്മിനോട് കാണിക്കുന്നത് എന്ന് തന്നെയാണ്. അത് കറക്റ്റായിട്ട് സായി പോയിന്റ് ഔട്ട് ചെയ്തിട്ടും പിടി കൊടുക്കാതെ വഴുതി പോകുന്ന ഒരു മീനായിട്ടാണ് ഇന്നലെ ജാസ്മിനെ എനിക്ക് ലൈവിൽ കാണാൻ പറ്റിയത്.